ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാതെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ ലൈസൻസിനുള്ള രജിസ്ട്രേഷൻ നൽകേണ്ടതാണ്. രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാതെ ഫുഡ് ബിസിനസ് നടത്തുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 സെക്ഷൻ 63 പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. കൂടാതെ 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. ഇത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുകയോ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുമ്പോൾ രജിസ്ട്രേഷനോടെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതായി കണ്ടെത്തിയാൽ സ്ഥാപനം അടച്ചുപൂട്ടുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ലക്ഷത്തിൽ താഴെ വാർഷിക വിറ്റുവരവുള്ളവർ, സ്വയം ഭക്ഷണം തയ്യാറാക്കി വിൽക്കുന്നവർ, ചെറുകിട കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാരിൽ തന്നെ താൽക്കാലികമായിട്ടുള്ള കച്ചവടക്കാർ എന്നിവർക്ക് മാത്രം രജിസ്ട്രേഷനോടെ പ്രവർത്തിക്കാൻ കഴിയും. മറ്റെല്ലാ ബിസിനസ്സുകാർക്കും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഭക്ഷ്യസുരക്ഷയുടെ നിയന്ത്രണത്തിലൂടെയും മേൽനോട്ടത്തിലൂടെയും പൊതുജനാരോഗ്യത്തെ പരിരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ആരോഗ്യ കുടുംബ മന്ത്രാലയത്തിന് കീഴിൽ സ്ഥാപിതമായ ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ FSSAI. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ഭക്ഷ്യ ബിസിനസ് ഓപ്പറേറ്റർമാർക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും FSSAI രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ്. 3 തരത്തിലുള്ള ഫുഡ് ലൈസൻസാണ് FSSAI നൽകുന്നത്. 1 അടിസ്ഥാന രജിസ്ട്രേഷൻ, 2 സംസ്ഥാന ലൈസൻസ്, 3 കേന്ദ്ര ലൈസൻസ്. അടിസ്ഥാന രജിസ്ട്രേഷനിൽ ഭക്ഷ്യ ബിസിനസ് ഓപ്പറേറ്റർമാരായ പെറ്റി ഫുഡ് നിർമ്മാതാക്കൾ, ചെറുകിട നിർമ്മാതാക്കൾ, സ്റ്റോറേജ് യൂണിറ്റുകൾ, ട്രാൻസ്പോർട്ടറുകൾ, റീറ്റെയിലർമാർ, വിപണനക്കാർ, വിതരണക്കാർ തുടങ്ങിയവർ FSSAI രജിസ്ട്രേഷൻ നേടേണ്ടതുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി സ്റ്റേറ്റ് ലൈസൻസ്. ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർ, ചെറുകിട മുതൽ ഇടത്തരം നിർമ്മാതാക്കൾ, സ്റ്റോറേജ് യൂണിറ്റുകൾ, ട്രാൻസ്പോർട്ടറുകൾ, ചില്ലറ വ്യാപാരികൾ, വിപണനക്കാർ, വിതരണക്കാർ തുടങ്ങിയവർ FSSAI സ്റ്റേറ്റ് ലൈസൻസാണ് നേടേണ്ടത്. സ്റ്റേറ്റ് ലൈസൻസ് നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. 12 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള യൂണിറ്റുകൾക്കാണ് ഈ ലൈസൻസ് എടുക്കേണ്ടത്. മറ്റൊന്ന് കേന്ദ്ര ലൈസൻസ്. ഇറക്കുമതിക്കാർ, 100% കയറ്റുമതി ഓറിയൻറ്റഡ് യൂണിറ്റുകൾ, വലിയ നിർമ്മാതാക്കൾ, കേന്ദ്ര സർക്കാർ ഏജൻസികളിലെ ഓപ്പറേറ്റർമാർ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ ഭക്ഷ്യ ബിസിനസ് ഓപ്പറേറ്റർമാർ ഒരു കേന്ദ്ര ഭക്ഷ്യ ലൈസൻസാണ് നേടേണ്ടത്. കേന്ദ്ര ലൈസൻസ് കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. 20 കോടിയിൽ കൂടുതലുള്ള വാർഷിക വിറ്റുവരവുള്ള യൂണിറ്റുകൾക്കാണ് ഈ ലൈസൻസ് എടുക്കേണ്ടത്. മറ്റ് ബിസിനസ്സുകളിൽ ഉൾപ്പെടുന്നത് പ്രതിവർഷം 12 ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ള ബിസിനസ്സുകാർ അടിസ്ഥാന രജിസ്ട്രേഷൻ എടുക്കണം. സംഭരണം, മൊത്തക്കച്ചവടക്കാർ, റീറ്റെയിലർമാർ, വിതരണക്കാർ, ക്യാൻറ്റീൻ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ട്രാൻസ്പോർട്ടർ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇതിനു പുറമെ വാർഷിക വിറ്റുവരവ് കണക്കിലെടുക്കാതെ ചെറുകിട സംരംഭകരും FSSAI ലൈസൻസ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതിൽ യാത്ര, മൊബൈൽ ഫുഡ് വെണ്ടർ, ഹോക്കർ, ലഘുഭക്ഷണ ചായക്കടകൾ, വഴിയോര കച്ചവടക്കാർ അവർക്കാണ് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ലൈസൻസ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അതിൻ്റെ പരിശോധന ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ്. FSSAIയുടെ പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അപേക്ഷയ്ക്കൊപ്പം കൃത്യമായ വിവരങ്ങളുടെ രേഖകൾ എപ്പോഴും സമർപ്പിക്കുക. തെറ്റായ വിവരങ്ങൾ കാണിച്ച് രജിസ്ട്രേഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ 2006 ഭക്ഷ്യസുരക്ഷാ നിലവാര നിയമം സെക്ഷൻ 61 പ്രകാരം 10 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുന്നതാണ്. ഓൺലൈൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.